അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തംബീഹുൽ ഗാഫിലീൻ, അശ്രദ്ധരെ ഉണർത്തൽ, ഈ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഏതാനും ഭാഗമാണ്. വറുവിയ അൻ ബഅദ് സ്വാലിഹീൻ, ചില സ്വാലിഹികളായ സൽക്കർമ്മകാരികളായ ആളുകൾ, അവരിൽ നിന്ന് ഉള്ള ഉദ്ധരണിയാണ്. അന്നഹു കാന ലാ യഅ്മുറു ഇബ്നഹു ബിഅംരിൻ, അവരിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ മകനെ, അദ്ദേഹത്തെ സന്താനത്തെ അവനോടൊരിക്കലും അദ്ദേഹം കൽപ്പിക്കുമായിരുന്നില്ല കാര്യങ്ങൾ. സച്ചലിതരായ ആളുകളിൽപ്പെട്ട ഒരാൾ അദ്ദേഹം സ്വന്തം മകനെ കാര്യങ്ങൾ കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. വക്കാന ഇദഹ്താജ ഇലാ ഷൈഇൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യം അത്യാവശ്യമായി വന്നാൽ യൗമുർ ഗൈറഹു, മറ്റാരോടെങ്കിലും കൽപ്പിക്കും. എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം വന്നാൽ, സാമ്പത്തികമായ പ്രയാസം വന്നാൽ, എന്തെങ്കിലും സഹായം അദ്ദേഹത്തിന് ലഭിക്കേണ്ടി വന്നാൽ, ആ വസ്തു കൊണ്ടുവരാൻ വേണ്ടി, എത്തിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം മറ്റുള്ളവരോട് കൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. കയ്യില, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താലിക്ക് അതിനെപ്പറ്റി, എന്താ നിങ്ങൾ സ്വന്തം മകനുണ്ടായിട്ട്, സ്വന്തം സന്താനങ്ങളുണ്ടായിട്ട് ഇത് അവരോട് പറയാതെ എന്നോട് പറയുന്നു? അല്ലെങ്കിൽ ഇവരോട് പറയുന്നത് എന്താ? മക്കളില്ലേ, അവരോട് പറഞ്ഞാൽ പോരെ, അവരോടല്ലേ കൽപ്പിക്കേണ്ടത് എന്ന്. മക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവരെ നമസ്കാരം വരെ അവരോട് കൽപ്പിക്കേണ്ടതുണ്ട്. നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ ശാസിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് ഇവർ. എന്നിട്ടും അത്യാവശ്യ കാര്യങ്ങൾ മക്കളോട് പറയാതെ മറ്റുള്ളവരോട് എന്തിനു പറയുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇന്നി അഹാഫ്, ഞാൻ ഭയപ്പെടുന്നു, അന്നി ലൗ ഉമർത്തു ഇബ്നി ബിദാലിക, ഞാൻ എൻ്റെ മകനോട് ഈ കാര്യം കൽപ്പിച്ചു എങ്കിൽ, യാസിനി, അവൻ എന്നെ ധിക്കരിക്കുകയാണ് എങ്കിൽ, യാസിനി ഫിദാലിക, അവൻ ഈ കാര്യത്തിൽ എന്നോട് ധിക്കാരം പ്രവർത്തിക്കുകയാണ് എങ്കിൽ, ഫയസ്തൗജബു അന്നാർ, നരകം അവന് നിർബന്ധമായിത്തീരും. ഞാനൊരു കാര്യം എൻ്റെ മോനോട് പറഞ്ഞു, ഇന്ന കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞു, അവൻ അതിൽ എന്നെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അവന് പിതാവിനെ ധിക്കരിച്ചു എന്ന കുറ്റവും കൂടി കിട്ടിയിട്ട് അവന് നരകം നിർബന്ധമായിത്തീരും. വാനലാ വഹിയഖുൽ ഇബ്നി ബിന്നാർ, എൻ്റെ മകനെ നരകത്തിൽ കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മകന് നരകം നിർബന്ധമാകുന്ന അവസ്ഥ, നരകം എന്തായാലും കിട്ടുന്ന അവസ്ഥ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എൻ്റെ മകൻ നരകത്തിലെ വിറകാവരുത്, അതുകൊണ്ട് ഞാൻ അവരോട് കൽപ്പിക്കുന്നില്ല. പകരം ഞാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും അവർ ചെയ്ത് കിട്ടുകയും ചെയ്യുമ്പോൾ എനിക്കതിൽ ആശ്വാസം കിട്ടുന്നു എന്നുള്ളത്. ഇവിടെ മക്കളെ ഉപദേശിക്കരുതെന്നോ മക്കളോട് കൽപ്പിക്കരുതെന്നോ അല്ല, മറിച്ച് ആ കൽപ്പന ധിക്കരിക്കുന്ന മക്കളായി പോകരുത്. അങ്ങനെ ആയിപ്പോയാൽ സ്വന്തം മക്കൾ നരകത്തിന് അവകാശികളാകും, നരകത്തിലെ വിറകായി മാറും. ആ പേടിയുള്ളത് കൊണ്ട് മക്കളോട് കാര്യങ്ങൾ കൽപ്പിക്കാതെ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ചില ആളുകൾ. നമ്മുടെ നാട്ടിലും നമുക്കിടയിലുമൊക്കെ മക്കളുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് ധിക്കരിക്കാറുണ്ട്, അതത്ര ഗൗരിക്കാറില്ല ആളുകൾ എന്നേന്നു. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് പിതാവിനെ ധിക്കരിച്ചു എന്ന കുറ്റവും കൂടി അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കൽപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തായാലും മക്കളോട് പറയാൻ പാടില്ല. പക്ഷേ മക്കളോട് കൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും അവരതിൽ നിന്ന് തെന്നിമാറുകയും അഥവാ പിതാവിനെ ധിക്കരിക്കുകയും ചെയ്താൽ
ആ കാര്യം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, പിതാവിനെ ധിക്കരിച്ച കുറ്റവും കൂടി അവരുടെ മേലേക്ക് വരികയാണ് എന്ന കാര്യം ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് സാലിഹ്യങ്ങളായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ നമ്മോട് മനസ്സിലാക്കി തരുന്നത്. ബോധപൂർവ്വം ഉൾക്കൊള്ളുകയും മക്കൾ ദീനിയായി വളരുന്നതിന് പ്രചോദകമായി വർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.